നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കേരളത്തിൽ ഹോട്ടലുകളും ബേക്കറികളും ഒക്കെ പൂട്ടാൻ തുടങ്ങി. ഗാർഹിക ഗ്യാസ് കിട്ടുന്നുണ്ട് എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു ആശ്വാസ വാക്കുകൾ മാത്രം. എന്നാൽ വാണിജ്യപരമായ ഗ്യാസുകൾ കിട്ടാനേ ഇല്ല. ഹോട്ടലുകാരുടെയും ബേക്കറിക്കാരുടെയൊക്കെ നിലവിളി നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഹോട്ടലുകളൊക്കെ ഈ സമയത്ത് അടച്ചിട്ടാൽ, പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞത് മോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇന്ത്യയിൽ അനുഭവിക്കുകയില്ല എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ ഇനി അനുഭവിക്കാനായിട്ടൊന്നുമില്ല, എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ വലിയൊരു പ്രതിസന്ധി നടക്കുമ്പോൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിലും ഇല്ലാത്തതിൻ്റെ അത്രയും വലിയ പ്രതിസന്ധി നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നമ്മുടെ പാതകളൊക്കെ. ഇറാൻ അവിടെ വളരെ ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. അവർക്ക് അവിടെ മാത്രമേ അടിക്കാൻ കഴിയൂ. അമേരിക്കയെ അടിക്കാൻ അവർക്കുള്ള ഏക വഴിയും അതാണ്. അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്, ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതും അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധം നീളുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ട രാജ്യമായി ഇന്ത്യ മാറും. ആ പ്രതിസന്ധി ഇന്ത്യയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോഴാണ് മഹാനായ കേരളത്തിന്റെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വാക്കുകളാണ് എന്നെ ഈ ലൈവിന് പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പണ്ട് മഹാമുനിമാരൊക്കെ വിറക് വെച്ചാണ് ആഹാരം പാചകം ചെയ്തിരുന്നത്, പിന്നെയാണോ സാധാരണക്കാരായ നമുക്ക് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് രാവിലെ ഒരു സംഭാഷണം നടത്തുകയുണ്ടായി. വർഷങ്ങൾ എത്ര കഴിഞ്ഞ്, പ്രാചീന കാലഘട്ടത്തെ, അന്ന് ഗ്യാസ് ഇല്ല എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് വരുമ്പോൾ ഈ ഗ്യാസിന്റെ ഉപയോഗം, ഗ്യാസിന്റെ ലഭ്യതക്കുറവിനെ പോലും വളരെ സിംപിളൈസ് ചെയ്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ, എവരെ കേരളത്തെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും നടക്കുന്നത്? എന്തിനും ന്യായീകരണങ്ങൾ മാത്രം. ഈ ന്യായീകരണങ്ങളൊക്കെ ദൈവങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് ഓർക്കുമ്പോൾ ജനങ്ങൾ ഇത് കൂട്ടുപിടിച്ച് നിൽക്കുകയും ചെയ്യും.